ഹരിദ്വാറിലേക്ക് 3 ദിവസത്തെ യാത്രയ്ക്കായി കൂട്ടുകാരിയായ സുജയുമായി രമേശൻ നടത്തുന്ന യാത്ര. ഡൽഹിയിലെ തിരക്കിൽ കാമവും ലഹരിയും സിരകളിൽ പടർന്ന നാളുകളിൽ നിന്ന് ഒരു ഇടവേളയാണത്. അയാളുടെ അസ്തിത്വം തന്നെ തേടിയുള്ള യാത്രയാണത്. ഡൽഹിയോടും സുജയോടും തന്റെ ജീവിതത്തോടും തോന്നുന്ന മടുപ്പാണ് അയാളെ ഹരിദ്വാറിൽ പിടിച്ചു നിർത്തുന്നത്. അമ്മയും പിറന്ന നാടും തന്നെ കാത്തിരിക്കുന്ന മികച്ച ജീവിതവും ഒന്നും രമേശനെ പുറകോട്ട് വലിക്കുന്നില്ല. ചരസും ബാങ്ങും തീർക്കുന്ന മായിക ലോകമാണ് അയാളുടെ ചിന്തകൾക്ക് പശ്ചാത്തലമാകുന്നത്. വൃത്തിഹീനമായ ഗലികളെയും ഭീകര സ്വത്വങ്ങളായ ചുടേളുകളെയും ആ ലോകത്ത് രമേശൻ ഇഷ്ടപ്പെടുന്നു. അവിടേക്കു തന്നെ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നു. എം മുകുന്ദന്റെ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു അസ്തിത്വ ദുഃഖത്തിന്റെ മറ്റൊരു തലമാണ് നമുക്ക് നൽകുന്നത്. ഖസാക്കിലെ രവിയെ പോലെ തന്നെ രമേശനും ജന്മാന്തരങ്ങളിലൂടെയും യുഗങ്ങളിലൂടെയും യാത്ര ചെയ്ത് ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നു. അവിടെ സ്ഥിരമായ ബന്ധങ്ങളോ സ്നേഹമോ പകയോ വിദ്വേഷമോ ഒന്നുമില്ല. ബ്രഹ്മകുണ്ഡത്തിലേക്കു തിരിച്ചെത്താൻ പരേതരുടെ ഓർമ്മകളിലൂടെ സഞ്ചരിച്ച് ഈ ജീവിതത്തിൽ നിന്നും മറ്റൊരു ജീവിതത്തിലേക്ക് ഓടിച്ചെല്ലാൻ വെമ്പുന്ന രമേശൻ ആധുനിക മലയാള നോവൽ സാഹിത്യത്തിലെ നായകനിരയെ സമ്പുഷ്ടമാക്കുന്നു.